ഹായ് ദോസ്തം, മുസഫാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി എല്ലാവർക്കും സുഖാണല്ലേ? സുഖാണെന്ന് കരുതുന്നു. സോ നിങ്ങളെല്ലാവരും വിഷുവും പെരുന്നാളൊക്കെ ആഘോഷിച്ചതിന്റെ ആ ഒരു ഹാങ് ഓവറിലായിരിക്കും. എനിവേ ഞാൻ എന്നുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയില് തിലാനൂര്, അതായത് ചേലോറ ഗ്രാമപഞ്ചായത്തിലുള്ള പെരുങ്ങളായി എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വയലിന്റെ നടുവിലാണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കേട്ടോ. ഈ ഒരു കൊടും ചൂടിലും സത്യം പറഞ്ഞാൽ ഈ ഒരു വയലിന്റെ നടുവിൽ വന്ന് നിൽക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തണുപ്പ് സത്യത്തില് വല്ല കൊടൈക്കനാലോ ഊട്ടിയോ വയനാടൊക്കെ പോയ ആ ഒരു ഫീലാണ് സത്യത്തിൽ ഞാൻ ഈ ഒരു വയലിന്റെ നടുവിൽ ഞാനിപ്പം നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ ഒരു കിട്ടുന്ന ആ ഒരു ഫീല് കേട്ടോ. അപ്പം തീർച്ചയായും ഈ ഒരു സ്പോട്ട് വന്ന് വിസിറ്റ് ചെയ്യാം മെയിൻ ആയിട്ട്. അതുപോലെ തന്നെ ഞാനിപ്പോ വന്നിട്ടുള്ളത് ഈ ഒരു ദേശത്ത്, അതായത് ഈ ഒരു വയലിന്റെ തൊട്ടടുത്തായിട്ട് ഒരു 11.5 സെന്റ് സ്ഥലം, അതായത് ഒരു കുഞ്ഞു പഴയ തറവാട് അടങ്ങുന്ന 11.5 സെന്റ് സ്ഥലം വീടും കൊടുക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിന്റെ ഓണർ ആണ് ഈ നിൽക്കുന്നത്. വെൽക്കം ബ്രോ. യെസ്, വെൽക്കം ടു അവർ ചാനൽ. അതുപോലെ തന്നെ നമ്മളെ ഒരു വ്ളോഗിംഗ് പാർട്ട്ണറും കൂടിയാണ് അല്ലെ? അതെ അതെ അതെ. പരിചയപ്പെടുത്തിക്കോ ബ്രോ. എങ്ങനെ പേരെങ്ങനെ? എന്റെ പേര് റിയാദ്. റിയാദ്. ഞാനിത് എന്റേതാണ് ഈ പറഞ്ഞ പ്രോപ്പർട്ടി. ഇപ്പൊ 11 സെന്റ് സ്ഥലവും ആ പഴയ തറവാട് എന്ന് പറഞ്ഞത് എന്റെ പ്രോപ്പർട്ടിയാണ്. ഇതാണ് ഞങ്ങളിപ്പോ താമസിക്കുന്ന പെരിങ്ങളായി എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്ഥലം. ഇത് ചേലോറ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു പെരിങ്ങളായി എന്ന് പറഞ്ഞ ഒരു പ്രദേശമാണ്. എന്നുവെച്ചാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വയലാണ്. ഈ വയലിന്റെ നടുക്കിലേക്ക് കൂടി നമുക്കൊരു നല്ലൊരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. ഇതിവിടെ നൈറ്റിൽ ഫാമിലീസ് ഒക്കെ നമ്മൾ സാധാരണ ഇപ്പൊ നമ്മൾ പയ്യാമ്പലം ബീച്ചിലെല്ലാം കാണുന്ന പോലെ കണ്ണൂരിലെ ആൾക്കാർക്ക് അറിയാം പയ്യാമ്പലം ബീച്ചിൽ വാക്കിംഗ് സ്ട്രീറ്റ്, അതുപോലെ എല്ലാ പല സ്ഥലങ്ങളിലും. അപ്പൊ അതുപോലെ തന്നെ വയലിന്റെ നടുവിൽ ഒരു കൺസെപ്റ്റ്, ഇതൊരു കടന്നപ്പള്ളിയുടെ പുതിയൊരു കൺസെപ്റ്റ് ആണ്. ഇപ്പൊ കടന്നപ്പള്ളിയുടെ ഒരു ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും വലിയൊരു നവീകരിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്. ഇവിടെ സോളാർ എനർജി ലൈറ്റ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഫാമിലീസ് ഒക്കെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് ഇൻ കേസ് നിങ്ങൾ ഈ ഒരു പ്രദേശം നോക്കി വരുന്നതാണെങ്കിൽ തായച്ചുവ കാപ്പാട് കഴിഞ്ഞ് നമ്മൾ ശിശുമന്ദിരം റോഡ് ഉണ്ട്. അവിടുന്ന് നേരെ താഴേക്ക് പെരിങ്ങളായി എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ അവർക്ക് പറഞ്ഞിടാൻ പറ്റും. ആ റോഡ് നേരെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പോട്ട് കാണാൻ പറ്റും. അപ്പം മിക്ക ആൾക്കാർ NRIs ഉണ്ടാവും, അതുപോലെ തന്നെ പുറത്തുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് വയൽ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നിപ്പം അപ്രത്യക്ഷമാണ്, ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വയലും ഈ ഒരു ആംബിയൻസും. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഇപ്പൊ ഒരു വേനലിൽ ഇപ്പൊ ഇത്രയും ചൂട് സമയത്ത് നമ്മളിവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നില്ല. എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് ആ ഒരു തണുപ്പ്, നമുക്ക് ആ ഒരു ചൂട് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇവിടെ മറന്നു പോകും. സഫ്രാദ് ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. സഫ്രാദ് വന്നപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു വയനാട്ടിൽ എത്തിയ ഫീലിംഗ് എന്നാണ്. അപ്പൊ ഇതിന്റെ താഴോട്ടാണല്ലോ ആ വയൽ കിടക്കുന്നത്? നേരെ താഴേക്കാണ് വയൽ വരുന്നത്. അപ്പൊ ഇവിടുന്ന് എത്ര 250 മീറ്റർ അല്ലേ? അത്രേ ഉള്ളൂ, 200 മീറ്ററിന് അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഞാൻ ആ പറഞ്ഞ പ്രോപ്പർട്ടി കേട്ടോ. നമ്മൾ ആ പറഞ്ഞ പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് സൈഡ് കേട്ടോ. ഇതിപ്പം തിലാനൂരിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? അത്രേ ഉള്ളൂ അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു പ്ലോട്ടിന്റെ വഴി എന്ന് പറയുന്നത്. നല്ല വീതിയുള്ള നല്ല ഒരു അടിപൊളി വഴിയുണ്ടല്ലേ? അതായത് നിങ്ങൾക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും ഗേറ്റും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെ? അങ്ങനെ ആ ഒരു തരത്തിലുള്ള വഴിയാണ് ഈ ഒരു പ്ലോട്ടിന് വന്നിട്ടുള്ളത്. അപ്പം കുറച്ച് ലേറ്റ് ആയി. ഇപ്പം സമയം 6 മണിയായല്ലേ? അപ്പം ഇതാണ് നമ്മൾ ആ പറഞ്ഞ പ്രോപ്പർട്ടി അല്ലെ റിയാദ് ബ്രോ? അപ്പം മുന്നിലേക്ക് വരുവാണെങ്കിൽ ഒരു കിണറുണ്ട്, വറ്റാത്തൊരു നല്ല നീരുറവയുള്ള കിണറുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ആ പഴയ തറവാടോട് കൂടിയ 11.5 സെന്റ് സ്ഥലം വീടും അല്ലെ? അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് കൊടുത്തൂടെ റിയാദ്? കൊടുക്കാലോ അല്ലെ? അപ്പം നല്ല ബെസ്റ്റ് പ്രൈസിന് ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പം ഈ ഒരു വീട് തന്നെ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ പുതുതായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും പുതുതായിട്ട് എടുക്കാനും ഉള്ള ആ ഒരു ഇതുണ്ടല്ലേ? അതെ അതെ. രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് റീബിൽഡ് ചെയ്യാം. ഇത് മുട്ടപ്പഴം അല്ലേ? മോനെ, അപ്പൊ മുട്ടപ്പഴം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കഴിച്ചവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതൊന്നും അല്ല നമ്മൾ ആക്ച്വലി എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മുട്ടപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറുതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിലൊന്നാണ് കേട്ടോ. അപ്പം അത്യാവശ്യം കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. നല്ല വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള സാധനമാണ് ഞാൻ അറിഞ്ഞിടത്തോളം. പക്ഷെ നാട്ടിലിപ്പം തീരെ ഇല്ല. ബ്രോ അപ്പം തെങ്ങുകളെല്ലാം ഉണ്ടല്ലേ? എത്ര തെങ്ങുണ്ട് റിയാദ് ബ്രോ? 7 തെങ്ങുണ്ട്. 7 തെങ്ങുണ്ട് അല്ലേ? ടോട്ടൽ 7 തെങ്ങുണ്ട്. പിന്നെ ഒരു മാവുണ്ട്.
അതുപോലെ 2 പ്ലാവ് ഉണ്ട് അല്ലേ? 2 പ്ലാവ് ഉണ്ട്. പേരക്കുണ്ട്. ആ, ഇനി അടുത്തൊരു മാവ് ഓൾറെഡി ലോഡിംഗ് ആണ്. അപ്പം ഇതിന്റെ അതിരെങ്ങനെ വരുന്നത് റിയാദ് ബ്രോ? ഇതിന്റെ അതിരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയല്ല അതിര് വരുന്നത്. ഇതാണ് ബോർഡറിംഗ്. ഈ ഒരു അതിര് ആ പിലാവ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു യൂ ടേൺ പോലെ എടുത്തിട്ട് നേരെ അങ്ങനെ. അപ്പം ഇതാണ് ഈ ഒരു പ്ലോട്ടിന്റെ അതിര് എന്ന് പറയുന്നത്. ഇപ്പൊ നല്ല അടിപൊളി ഏരിയ അല്ലേ റിയാദ് ബ്രോ? അതെ അതെ, നല്ല കാം ആൻഡ് കൂൾ പ്ലേസ് ആണ്. അപ്പം നല്ല സൈലന്റ് ഏരിയയും കൂടിയാണ് തീർച്ചയായിട്ടും അല്ലേ? അതെ. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആരെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം റിയാദ് ബ്രോ? നമുക്ക് നമ്പർ കൊടുക്കാം, രണ്ടാളെ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്പർ കൊടുത്താൽ. അപ്പൊ നല്ല ബെസ്റ്റ് പ്രൈസിന് ഈ ഒരു പ്ലോട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം ആള് തന്നെയാണ് ഇതിന്റെ ഒരു ഓണർ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായും ആളെ നമ്പർ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നത്. അപ്പം രണ്ടുപേരെയും നമ്പർ കൊടുക്കാം. അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു നമ്പറിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ ഒരു പ്ലോട്ട് എടുക്കുന്നവരിക്കുള്ള അഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ തൊട്ടടുത്ത് എല്ലാ ഫെസിലിറ്റീസും തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. എടുത്തു പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? നമുക്കിവിടെ മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് സെക്യൂർ ആ മാള്, പുതിയ നമ്മളിപ്പോ ഒരു നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റും കണ്ണൂർ ഒരു മാള് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് സെക്യൂർ ആ മാള്. ഈ സെക്യൂർ ആ മാളിന്റെ അവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ആണ് ബിറ്റ്വീൻ നമ്മളൊരു പ്രോപ്പർട്ടി ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് നമുക്ക് മിംസ് ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഇതൊക്കെ നമുക്ക് ഒരു 5 to 6 കിലോമീറ്റേഴ്സിന് അടുത്തേ നമുക്ക് അവിടുന്ന് വരുന്നുള്ളൂ. പിന്നെ കണ്ണൂർ ടൗണിൽ നിന്നാണെങ്കിൽ 7 കിലോമീറ്റർ ആണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് വരുന്നത്. ഈ ഒരു പ്ലോട്ടില് നമുക്ക് ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിൽ, നോർമലി എല്ലാവരും ടൗൺ ഏരിയ നോക്കുമ്പോൾ 10 കിലോമീറ്ററിന്റെ ഉള്ളിലേക്കാണ് വരുള്ളൂ. ഇനി ഇവിടുന്ന് എയർപോർട്ടിലേക്കാണ് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ 13 കിലോമീറ്റർ ആണ് എയർപോർട്ടിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ മിഡിലായിട്ടാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഈ ഒരു പറഞ്ഞ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടും. ടൗൺ ഏരിയയിലെ പോലെ തന്നെ ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെ കുറച്ചും കൂടി ഫ്രീ ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര കിളികളെ ശബ്ദം, സൈലന്റ്, വയല്, നമ്മളെ നെൽകൃഷി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ NRI ഫാമിലി അല്ലെങ്കിൽ പുറത്ത് അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു വെക്കാം. ഫാമിലി ആയിട്ട് ഗെറ്റ് ടുഗദർ അങ്ങനത്തെ പരിപാടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കൊരു ചെയ്യാം. പിന്നെ അതുപോലത്തെ തറവാട് വീടാണ്, പഴയ തറവാടാണ്. നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ പോടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പൊ അതുപോലത്തെ ഒരു ആംബിയൻസിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾ ആ പ്രോപ്പർട്ടി ഫുൾ ആയിട്ടും അത് പൊളിച്ച് നിങ്ങൾ പുതിയതായിട്ടൊരു ബിൽഡിംഗ് അവിടെ പണിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ലൊരു കിണറുണ്ട്, നല്ലൊരു സ്ഥലമാണ്, 2 പിലാവുണ്ട്, ഒരു മാവുണ്ട്, 7 തെങ്ങോളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം റിയാദ് ബ്രോ, യെസ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റ്? എന്താണ് നിങ്ങളുടെ ആ ഒരു പ്ലോട്ടിന്? നമ്മളിപ്പോ ഇവിടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് നമുക്ക് ഇവിടെ ഇപ്പൊ ഒരു 3 to 4 lakhs അടുത്ത് നമുക്ക് മാർക്കറ്റ് റേറ്റ് ഉണ്ട്. അപ്പോൾ ബിറ്റ്വീൻ നമുക്കൊരു 4 lakhs അടുത്തെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതൊരു ടേക്ക് ഓവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി നമുക്കിത് സോൾഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ വേറൊരു ചെറിയൊരു വീട്ടിലേക്ക് മാറുന്നതാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു കോസ്റ്റ് അത്രയേ ഉള്ളൂ. നമ്മൾ തറവാടായതുകൊണ്ട് അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇതൊരു സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, കുറച്ച് നല്ലൊരു കുറച്ച് ഫീലിങ്സ് ഉണ്ട്. കാരണം വെച്ചാൽ ഭയങ്കര സമാധാനം, എന്ന് വെച്ചാൽ ഒരു ഒച്ചപ്പാടും കളി, അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ്. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു പ്ലസന്റ് ആയിട്ട് ഇവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്.